നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് നമുക്ക് എത്തി നോക്കാം. ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് കരയുന്നു. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഈ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഊർജമാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളതും, നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ടോ എന്നുള്ളതും, അതുപോലെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുമോ, അതുപോലെ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളതുമാണ് നമ്മൾ വ്യക്തമായി ഇന്ന് നോക്കുവാനായിട്ട് പോകുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എവിടെയും ഒരു നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമായിട്ടുള്ള വിഷമകരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങളെ മാറ്റി നിർത്തിയപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ വ്യക്തിക്ക് സംഭവിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ വ്യക്തിക്ക് സംഭവിച്ചത് അടപടലം, നിലംപൊത്തൽ തന്നെയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഈ പ്രണയബന്ധത്തിൽ ഉടനീളമായി നിലനിന്ന് കൊണ്ടിരുന്നത്. ഈ പ്രണയബന്ധത്തെക്കുറിച്ചാണെങ്കിലും നിങ്ങളെക്കുറിച്ചാണെങ്കിലും ഈ വ്യക്തി വളരെയധികം ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ശുഭാപ്തി വിശ്വാസം വളരെയധികം കൂടുതലായി ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലേക്ക് പോയാലും, നിങ്ങളിൽ നിന്നും എത്രമാത്രം അകന്നകന്നു പോയാലും നിങ്ങൾ ഈ വ്യക്തിയെ തന്നെ തേടി വരുമെന്നുള്ള ആ ഒരു ഉറപ്പായിട്ടുള്ള ചിന്തയാണ് ഈ വ്യക്തിയെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴി തെളിയിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രണയബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളോടുള്ള സ്നേഹവും അതുപോലെ സഹതാപവും കുറ്റബോധവും തന്നെയാണ്. ഇവിടെ പലപ്പോഴും നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി സഹതപിക്കാൻ മറന്നു പോയിരുന്നതായി നമുക്ക് കാണാം. പ്രണയബന്ധത്തിലായിരുന്ന സമയത്തും ഈ വ്യക്തി പല കാരണങ്ങൾ കാരണം നിങ്ങളെ കുറ്റപ്പെടുത്തിയിരുന്നിട്ടുണ്ടാകാം. കാര്യമില്ലാതെ നിങ്ങളോട് വളരെയധികം ശബ്ദമുയർത്തി ദേഷ്യപ്പെട്ടുമൊക്കെ സംസാരിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ പ്രാധാന്യം യാതൊരു തരത്തിലും മനസ്സിലാക്കാതെ പല രീതിയിലും വിഷമിപ്പിക്കുന്ന രീതിയിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും പ്രവൃത്തികൾ ഉണ്ടായിട്ടുണ്ടാകാം. അതെല്ലാം ഓർത്ത് വെച്ചുകൊണ്ട് തന്നെ പ്രപഞ്ചശക്തിയും ദൈവങ്ങളും ഈ വ്യക്തിക്ക് തിരിച്ചടിയായി ഓരോ പരാജയങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ ഏത് സാഹചര്യത്തിലും ഏത് സമയത്താണെങ്കിൽ പോലും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ വ്യക്തിക്ക് നല്ല ബുദ്ധി വരുവാനും മനസ്സിന് മാറ്റങ്ങൾ വരുവാനും നിങ്ങളോടുള്ള സ്നേഹവും ശുഭാപ്തി വിശ്വാസവും വർദ്ധിക്കുവാനും വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി ഒരു പ്രേതാലയം പോലുള്ള ചില കാര്യങ്ങളിൽ അകപ്പെട്ടു പോയിട്ടുള്ള സാഹചര്യമാണ് കാണിക്കുന്നത്. ഏറ്റവും വിശ്വസിക്കുകയും സ്നേഹത്തോടെ പെരുമാറുകയും മനസ്സിൽ വളരെയധികം സ്ഥാനം കൊടുത്തിരുന്ന വ്യക്തികൾ ആരൊക്കെയാണോ അവരെല്ലാവരും തന്നെ വളരെ നെഗറ്റീവായിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ള ചിന്താഗതിയിലേക്കും തിരിച്ചറിവിലേക്കുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തി നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടറുള്ള വ്യക്തികളുടെ കൂടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങളോടുള്ള വാശി കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഞാൻ നന്നായി ജീവിച്ച് കാണിച്ചു തരാം എന്നിങ്ങനെയുള്ള വാശിയേറിയ സംസാരം കൊണ്ടും ഈ വ്യക്തി വലിയ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നിന്നും അകന്നു പോയതാകാം. അതിപ്പോൾ അബദ്ധമായി പോയി എന്നും മണ്ടത്തരമായി പോയി എന്നുമാണ് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ വ്യക്തി വളരെയധികം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് കാണിക്കുന്നത്. ദൂരേക്കൊരു പായ്ക്കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ കയറി വേണ്ടി വന്നാൽ രക്ഷപ്പെടാം. പക്ഷെ അതിലേക്ക് കയറാൻ കഴിയാതെ
കൈകളും കാലുകളും എല്ലാം ബന്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യമായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പായ്ക്കപ്പലിനെ നോക്കി നിൽക്കുന്നത് പോലെ ഈ വ്യക്തി നിങ്ങളെ ദൂരെ നിന്നുകൊണ്ട് നോക്കുകയും വീക്ഷിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ ഓർക്കുമ്പോൾ കരയാതെ ഓർക്കാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. കാരണം നിങ്ങളെ അത്രമാത്രം ഈ വ്യക്തി കരയിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കർമ്മങ്ങളുടെ തിരിച്ചടിയിലൂടെയുമാണ് ഈ വ്യക്തി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിക്ക് യാതൊരു തരത്തിലുമുള്ള നെഗറ്റീവും സംഭവിക്കരുതേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾക്കുമുള്ളത്. അവിടെയും നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള ഹൃദയം കൊണ്ട് ഈ വ്യക്തിയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള വൈരാഗ്യമോ അല്ലെങ്കിൽ കൂർമ്മ ബുദ്ധിയോ മോശപ്പെട്ട ചിന്താഗതിയോ ഒന്നും തന്നെ നിങ്ങൾക്കില്ല. കാരണം അത്രമേൽ ഈ വ്യക്തി നിങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം പോലും ഈ വ്യക്തിയെ മനസ്സുകൊണ്ട് പോലും നെഗറ്റീവായി ചിന്തിക്കാൻ സാധ്യമല്ല. അത്രമേൽ നിഷ്കളങ്കരായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഈ പ്രണയബന്ധത്തിൽ ഒറ്റയ്ക്കാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ഒറ്റയ്ക്ക്, ഈ വ്യക്തിയുടെ ജീവിതവുമായി ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചുറ്റും എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു, എന്തെല്ലാം വ്യക്തികൾ വരുന്നു, സാഹചര്യങ്ങൾ വരുന്നു. പക്ഷെ അതിലേക്കൊന്നും പരിപൂർണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ യാതൊരു കാരണവശാലും സാധ്യമല്ല. ഇവിടെ ടവർ കാർഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് സാധാരണ സ്ഥിതിഗതികളിൽ അതൊരു മോശമായിട്ടാണ് വരാറുള്ളതെങ്കിൽ പോലും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രൈവസിയോട് കൂടി ഒരു കൊട്ടാരം പടുത്തുയർത്തി കെട്ടിവെക്കണം എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുമായി നല്ല രീതിയിൽ തന്നെ വളരെയധികം പ്രൈവസിയോട് കൂടി ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരേണമേ എന്നുള്ള പ്രാർത്ഥനയും ചിന്താഗതിയോടും കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ കാര്യങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അത് വിദ്യാഭ്യാസത്തിലോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ ആയിരിക്കാം. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ നേട്ടങ്ങളാണ് നേടിയിട്ടുള്ളത്, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലൂടെയായിരുന്നു ഈ വ്യക്തി ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കാൽഭാഗം പ്രയത്നമെങ്കിലും കുറച്ചെങ്കിലും സാന്നിധ്യമെങ്കിലും നിങ്ങളുടെ അടുത്തും ഈ പ്രണയ ജീവിതത്തിലും കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. ഇവിടെ പല കാര്യങ്ങളും ഈ വ്യക്തി നേടിയെടുത്തിരിക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകയായിരിക്കുന്നു. പ്രചോദനമായിട്ടുള്ള ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു. മറ്റുള്ളവരും ഈ വ്യക്തിയെ കണ്ടു പഠിക്കുക എന്നുള്ള നിലയിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ മറ്റുള്ളവരെ നോക്കി പുറമേ ചിരിക്കുവാനും സന്തോഷിക്കുവാനും അവരെ പഠിപ്പിക്കുവാനും ഉപദേശിക്കുവാനും മാത്രമേ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് സ്വന്തം ജീവിതത്തിൽ നീതി പുലർത്താൻ കഴിഞ്ഞില്ല, ഈ പ്രണയ ജീവിതത്തിൽ വിജയമാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്ത സ്നേഹം തിരിച്ചു തരുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചില്ല. ഇത്രയും പരാജയങ്ങളുടെ പടുകുഴിയിൽ കിടക്കുന്ന വ്യക്തിയാണോ ഞാൻ എന്നുള്ള ചിന്താഗതിയാണ് ഈ വ്യക്തിയെ ഓരോ നിമിഷവും കുത്തി നോവിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ സംഭവ ബഹുലമായിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം വൈകാരികമായിട്ടാണ് ഈ വ്യക്തി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരുപക്ഷെ സങ്കടം മനസ്സിൽ അടക്കി പിടിക്കുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. മറ്റുള്ളവരുമായി ചർച്ച ചെയ്യാം എന്ന് വിചാരിച്ചാൽ, മനസ്സിലെ ഭാരമൊന്ന് അങ്ങനെയെങ്കിലും ഇറക്കി വെക്കാം എന്ന് വിചാരിച്ചാൽ അതും സാധ്യമല്ല. അങ്ങനെ മുന്നോട്ടും പുറകോട്ടും പോകാത്ത തരത്തിൽ ഒരു സ്ഥലത്ത് തന്നെ വളരെയധികം സ്തംഭിച്ചു നിൽക്കുന്ന സാഹചര്യമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിലുള്ള ചിന്താഗതികളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ എവിടെയാണെന്നും എന്ത് ചെയ്യുകയാണെന്നും നിങ്ങൾ മറ്റാരെങ്കിലും സ്വീകരിച്ചോ എന്നും ഈ വ്യക്തിയോട് ഇപ്പോഴും വെറുപ്പാണോ എന്നുമുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് വരുവാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിയായി തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേർഡ് പാർട്ടി അവസ്ഥകളിൽ നിന്നും ഈ വ്യക്തിക്ക് പുറത്തേക്ക് വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് നീതി തരുവാൻ സാധിക്കുക. പക്ഷേ ഈ ജന്മത്തിലെങ്കിലും നിങ്ങൾക്ക് നീതി തരാൻ ഈ വ്യക്തിയെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ
ഇനി ഒരു ജന്മത്തിലും ഗതി പിടിക്കില്ല എന്നുള്ളൊരു ചിന്താഗതിയും പേടി സ്വപ്നവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ വ്യക്തിയുടെ മനസ്സ്. അപ്പോൾ തീർത്തും നമുക്ക് ഇന്നത്തെ വായനയിൽ വളരെയധികം നഷ്ടബോധത്തെ തൻ്റെ തെറ്റ് കാരണം, തൻ്റെ അഹങ്കാരം കാരണം, ശ്രദ്ധക്കുറവ് മൂലം ഉണ്ടാക്കിയെടുത്ത ആ ഒരു നഷ്ടത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനെ നോക്കി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന, സഹതപിച്ചുകൊണ്ടിരിക്കുന്ന, കുറ്റബോധം ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇപ്പോഴും നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകാം, പുഷ്പാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ടാകാം, അങ്ങനെ നേർച്ചകളും കാഴ്ചകളും എല്ലാം സമർപ്പിക്കുന്നുണ്ടാകാം. അപ്പോൾ ഈ വ്യക്തി ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്നും അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ ഇപ്പോഴും ഈ വ്യക്തിയെ സ്നേഹിക്കുന്ന കാര്യം. അപ്പോൾ ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വളരെയധികം ഒരു അതിശയമാണ് വരുന്നത്. കാരണം ഇത്രയും മാത്രം അനുകൂലമായി, പോസിറ്റീവായി, സ്ഥിരോത്സാഹത്തോടെ സ്നേഹിക്കുവാൻ ആരെ കൊണ്ടെങ്കിലും സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ ആ ഒരു പരിപാവനമായിട്ടുള്ള സ്നേഹത്തിന് മുന്നിൽ ഈ വ്യക്തി തോറ്റുമടങ്ങുകയാണ്. ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനമായത് നീയാണ്. ഈ രണ്ട് പ്രണയ സന്ദേശങ്ങളാണ് ഈ വ്യക്തി വളരെയധികം വ്യക്തമായും നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ മുഴുവനും വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.